ഹായ്, എല്ലാവർക്കും സെയിൻസ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 1 മിനിറ്റ് കൊണ്ട് തന്നെ നാസ്ത റെഡിയാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ബന്നും ലേസും വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധാരണ ബന്നാണിത്, ബേക്കറികളിലൊക്കെ കിട്ടുന്ന. അത് 2 പീസ് എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് 2ആയിട്ട് മുറിച്ചെടുക്കാം. ഈ ബണ്ണിന് പകരമായിട്ട് നമുക്ക് ബർഗർ ബണ്ണ് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ 2 ബണ്ണും മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാക്കറ്റ് ലേസ് എടുക്കാം. അതിനെ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ചെറിയ ചെറിയ തരികളോട് കൂടി കിട്ടുന്ന രീതിയിൽ വേണം ഇതൊന്ന് പൊടിച്ചെടുക്കാൻ. ഈ രീതിക്കാണൊന്ന് പൊടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് മുറിച്ച് വെച്ച ബണ്ണ് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഇതിലേക്ക് മയോണൈസ് തേച്ച് കൊടുക്കാം. ഞാനിതിൽ മയോണൈസൊക്കെ വളരെ കുറഞ്ഞ അളവിൽ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചേർക്കാവുന്നതാണ്. കൂടുതൽ ചേർത്താൽ അത്രയും ടേസ്റ്റ് കിട്ടും. നമുക്കിതിൻ്റെ എല്ലാ പോർഷനിലും 4 പോർഷനിലും നമുക്ക് മയോണൈസ് തേച്ച് കൊടുക്കാം. അതുപോലെ തന്നെ അകത്ത് വയ്ക്കുന്ന ഫില്ലിങ്ങുകൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. 4 പീസിലും ഞാൻ ഇത് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ലേസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ലേസ് ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറേ കൂടി ചേർക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് മൂടി വെച്ചിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡിയായി. വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അതുപോലെ അവർക്ക് സ്കൂളിലെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു ഐറ്റമാണ്. നമ്മളും യാത്ര പോകുമ്പോൾ എടുത്ത് പൊതിഞ്ഞ് വെച്ച് തരുന്നാൽ നല്ല ടേസ്റ്റാണ്. ചായയുടെ കൂടെ കഴിക്കാൻ പറ്റും. ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ നാസ്തയായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റും. ഇത് കുറച്ച് പേർക്കെങ്കിലുമൊക്കെ അറിയാവുന്നതാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്തിരിക്കുന്നത്. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.